Once again, wonderful good morning. Okay. നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ആ ഒരു സർവശക്തന്റെ അനുഗ്രഹം നമ്മളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. സോ നമുക്ക് ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു രാവിലത്തെ മോർണിംഗ് മീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്ലീസ് ഓൾ. Okay, thank you so much. So myself Abdul Razak, Ruby executive ആണ്. നമുക്കറിയാൻ പറ്റും എല്ലാ ആഴ്ചയിലും നമുക്ക് മുടങ്ങാതെ ഒരു ദിവസം പോലും ഒരു മുടക്കവും വരുത്താതെ നമ്മൾ നടത്തി പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു RK മോർണിംഗ് മീറ്റ് എന്ന് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും നമുക്ക് ആ ഒരു ആഴ്ചത്തെ എനർജി ഒരു ജനറേറ്ററിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്രയും എനർജി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം. സോ ഇത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബിസിനസ്സിൽ വേണ്ട ആ ഒരു കംപ്ലീറ്റ് എനർജിയും ഒരു മോട്ടിവേഷനും കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് വിജയിച്ച ആളുകളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഇത്. സോ നമുക്കറിയാൻ പറ്റും നമ്മൾ പല സ്ഥലങ്ങളിലുമായിട്ട് ഡിജിറ്റൽ ആയിട്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സോ 1-2 റിക്വസ്റ്റുകളാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുക, റേഞ്ചുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കുക. ഒരു ഫിസിക്കൽ മീറ്റിൽ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുക, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ അടങ്ങുന്ന വലിയൊരു മീറ്റിംഗ് നമ്മൾ ഫിസിക്കലായിട്ട് എങ്ങനെയാണ് ഇരിക്കുക, ആ ഒരു ആവേശവും ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഉള്ളിലില്ലേ. സോ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം. സോ യെസ്, താങ്ക് യു. ഓക്കെ, നമുക്കറിയാൻ പറ്റും നമ്മൾ ഒരു ഫിസിക്കൽ പ്രോഗ്രാമിൽ ഇരിക്കുന്ന അതേ ആവേശത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, എന്ത് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് മറക്കും. കാരണം അത്രയും ഒരു ക്യൂട്ട് സ്മൈലോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, അദ്ദേഹം നമ്മളെ സമീപിക്കുന്നുണ്ടാവുക. സോ അത്രയും ക്യൂട്ടായിട്ടുള്ള, അത്രയും ചാമായിട്ടുള്ള, എന്താ പറയുക, ഒരു ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം ജനിച്ചു എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും. കാരണം ഇൻഡസ്ട്രി കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ലീഡറുടെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ബിസിനസ്സിന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കാം. സോ ഞാൻ ആ ഒരു ലീഡറെ ഇവിടെ സ്ക്രീനിന് മുന്നിലേക്ക് വെൽക്കം ചെയ്യുന്നു. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ദി എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, ഇൻഡസ്ട്രിയിൽ നിന്നും എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിസ്റ്റർ ഹാരിസ് റഹ്മാൻ സാറ് ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അവർ മെന്റർ മോട്ടിവേറ്റർ മിസ്റ്റർ ഹാരിസ് റഹ്മാൻ സാർ. പ്ലീസ് വെൽക്കം സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. കാരണം മോർണിംഗ് മീറ്റിംഗിൽ നമ്മുടെ ഒരു സക്സസ് സ്റ്റോറി ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സന്തോഷമുള്ള സംഭവമാണ്. കാര്യം മറ്റൊന്നുമില്ല, നമ്മളൊക്കെ ബിസിനസ് സ്റ്റാർട്ടിങ് സമയം ബിസിനസ് ഏറ്റെടുത്ത് കുറച്ച് കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, കൊറോണ കാര്യങ്ങളൊക്കെ വന്നു. ആ കൊറോണ ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ബിസിനസ് പൊക്കിയെടുക്കാൻ നമുക്കൊരു മൈലേജ് കിട്ടിയിരുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പോഴും ആ രീതി തന്നെയാണ്. ആ രീതി അന്ന് നമുക്ക് ഫിസിക്കൽ പ്രോഗ്രാമുകളൊക്കെ വളരെ കുറവായ സമയത്തും നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു RK മോർണിംഗ് മീറ്റ് എന്ന പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലൊക്കെ നമുക്കൊരു സക്സസ് സ്റ്റോറി പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള സംഭവമാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഹാരിസ് റഹ്മാൻ, സ്വദേശം മലപ്പുറം കോട്ടക്കലാണ്. ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോപ്പിലെ മാനേജറായാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു സമയത്താണ് ഇൻഡസ്ട്രി ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇലക്ട്രിക്കൽ ഷോപ്പിലോട്ട് വന്നൊരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ, പഠിക്കുന്ന സമയം മുതലുള്ള ആഗ്രഹമാണ് എന്നുള്ളത് ഒരു പാർട്ട് ടൈമുള്ള ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് വീട്ടിൽ നിന്ന് ക്യാഷ് ആശ്രയിക്കാനുള്ളത് ശരിയില്ലല്ലോ.
അപ്പൊ ആ രീതിയിൽ ഒരു പാർട്ട് ടൈം ഉള്ള ഒരു ജോലി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ബെറ്റർ ആയിരിക്കും എന്ന് നിൽക്കുന്ന സമയത്താണ് എന്തുണ്ട് ഇലക്ട്രിക്കൽ ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറുന്നത്. അതൊരു ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടോ വീട്ടിൽ നിന്ന് ഫണ്ട് കിട്ടാത്തത് കൊണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ പല ആളുകളുടെ സ്റ്റോറിയിലൊക്കെ കേൾക്കാറുണ്ട്, ആ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ടി വന്ന് പഠിക്കുന്ന സമയത്ത് നിൽക്കാം. ഇത് അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. എനിക്ക് എൻ്റെതായുള്ള ആവശ്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് എല്ലാ ഫണ്ടും ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ നമുക്ക് സ്വന്തമായിട്ടുള്ള ചെറിയൊരു 10 രൂപ കിട്ടിയാൽ 10 രൂപയ്ക്ക് അതിന്റെ വാല്യൂ ഉണ്ടല്ലോ അധ്വാനിച്ച് വാങ്ങണ്ടേ. ആ രീതിയിലാണ് എന്തുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ജോലിക്ക് കയറുന്നത്. ജോലിക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വരുമാനം കൊണ്ടൊന്നും ആവൂല എന്നുള്ളത്. അപ്പോഴുള്ള ഡ്രീം എന്തായിരുന്നു, ഇനി പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ഫുൾ ടൈം ഉള്ള ജോലിക്ക് കയറിയിട്ട് വേണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള പ്ലാൻ ചെയ്ത്. അങ്ങനെ പഠനം കഴിഞ്ഞു, ആ ഷോപ്പ് തന്നെ വീണ്ടും ഫുൾ ടൈമിനായിട്ട് ജോലിക്ക് കയറി. പക്ഷെ ആ ജോലിക്ക് കയറിയപ്പോഴും മനസ്സിലായത് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയൂല എന്നുള്ളത്. അഥവാ വീട്ടിലെ അല്ലെങ്കിൽ ആ ഒരു ആവശ്യങ്ങൾക്ക് എന്നുള്ളതല്ല, ആ ഒരു സമയം അറിയാലോ, ആ ഒരു ഏജ് അറിയാലോ, ആ ഒരു ഇതാണല്ലോ, ഒരു ചോരത്തിളപ്പിന്റെ അല്ലെങ്കിൽ എന്തിനും നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങേണ്ട ഒരു സമയമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയൂല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന് മനസ്സിലായി. പിന്നെ മാത്രമല്ല ആ ഒരു ടൈം കൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ ഷോപ്പിൽ മാനേജറായിട്ട് കയറാൻ പറ്റി. ഷോപ്പിൽ മാനേജറായിട്ട് കയറിയ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 16-ൽ കൂടുതൽ സ്റ്റാഫുകൾ, ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിംഗ് സ്റ്റാഫുകളുണ്ടായിരുന്നു. എന്നേക്കാൾ ഏജിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ ലൈഫ് സ്റ്റൈലും മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ വരുമാനം കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയൂല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സാളും കൂടി രണ്ട് മൂന്ന് ഫ്രണ്ട്സാളും കൂടി കൂട്ടിയിട്ട് കട്ട ചങ്ക് എന്ന് പറഞ്ഞാൽ അവരും കൂടി കൂട്ടിയിട്ട് 2ഓളം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങി. ഒരു ഫുഡിന്റെ പരിപാടിയും ഒരു ഡ്രസ്സിന്റെ പരിപാടിയും. രണ്ടും തുടങ്ങിയതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, പൂട്ടി വെക്കേണ്ടി വന്ന്. കാര്യം മറ്റൊന്നുമല്ല, തുടങ്ങിയതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നിർത്തി വെക്കേണ്ടി വന്ന്. പക്ഷെ അതിനൊരു കാര്യം മനസ്സിലായി, എന്ത്, ഇനി അടുത്തൊരു മേഖല ചെയ്യുകയാണെങ്കിൽ ഒന്നോക്കിൽ എന്ത് ചെയ്യണം, എനിക്ക് ആ മേഖലയിൽ എക്സ്പീരിയൻസ് വേണം. ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അതിൽ എക്സ്പീരിയൻസ് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പാർട്ട്നേഴ്സിന് എന്ത് വേണം, ആ മേഖലയിൽ എക്സ്പീരിയൻസ് വേണം. ഈ 2 സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമും സെയിം പാർട്ട്നേഴ്സ് സെയിം ഫ്രണ്ട്സാണ് ഞങ്ങൾ തുടങ്ങിയത്. 2 മേഖലയിൽ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പുലബന്ധവുമില്ല. ഞങ്ങൾക്ക് ആ ഒരു മേഖലയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖല ഞങ്ങൾ ഏറ്റെടുത്തിട്ട്. പക്ഷെ ആ രീതി നമുക്ക് എടുത്തിട്ട് വെക്കേണ്ടി വന്നു. പക്ഷെ അതിൽ കുറച്ച് ഫിനാൻഷ്യലി ക്രൈസിസ്, കുറച്ച് കടബാധ്യതകളൊക്കെ വന്നു. ടെൻഷൻസ് ഒന്നുമില്ല, ലക്ഷങ്ങൾ കടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വാങ്ങിക്കൊണ്ട് വേറെ ഒന്നുമില്ല, ഫാമിലി തന്നെയാണ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫണ്ട് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചോദിക്കണില്ല, ഞാൻ കൊടുക്കാൻ റെഡി ആയിട്ടില്ല. കാരണം അങ്ങനെ എമർജൻസി ആയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഫണ്ടല്ല. അപ്പൊ അതുകൊണ്ട് അത്ര അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉപ്പ പ്രവാസിയായിരുന്നു. ഉപ്പാക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് പോരേണ്ടി വന്നു. സ്വദേശവൽക്കരണം കാണാം, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് പോരേണ്ടി വന്ന്. ഞാനാണ് മൂത്ത മകനെ, 2 അനിയന്മാർ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതുവരെ കടബാധകളോ അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഉപ്പ ഗൾഫ് എക്സിറ്റ് അടിച്ച് വന്നതോട് കൂടി എന്ത് ചെയ്ത് ലൈഫ് സ്റ്റൈൽ ടോട്ടലി മാറി. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ പ്രവാസിയാണ്. അത്രത്തോളം കാലം ഉപ്പ ഗൾഫിൽ നിന്നത് കൊണ്ട് തന്നെ ഇനി നാട്ടിൽ വന്നിട്ട് ഒരു ജോലിക്ക് പോകുക എന്തല്ല, പോസിബിൾ അല്ല, അറിയാലോ. ഇനി ഉപ്പ മറ്റൊരു വിസ എടുത്ത് ഗൾഫിലോട്ട് ഉപ്പാനെ ജോലിക്കാരായിട്ട് വിടുക എന്നുള്ളത് എന്തല്ല, ഒരു മകൻ, ഒരു വലിയൊരു മകൻ ഉണ്ടായിട്ട് അധ്വാനിക്കാനൊക്കെ പാകമുള്ള മകൻ ഉണ്ടായിട്ട് ഉപ്പാനെ ഇനിയും പ്രവാസ ജീവിതത്തിലോട്ട് വിടുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. അപ്പൊ ഉപ്പാനെ നാട്ടിൽ സെറ്റിൽഡ് ആക്കി. അപ്പോൾ വീട്ടിലെ ചെലവുകളെ നോക്കണം. അതുപോലെ തന്നെ അനിയന്മാർ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവരുടെയുള്ള കാര്യങ്ങൾ നോക്കണം. ഞങ്ങൾ വീടെടുത്ത കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഉപ്പ വീടെടുത്തതിന്റെ കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ തീർക്കണം. മാത്രമല്ല ഉപ്പ ഇവിടെ ലീവിന് വന്ന് വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് വന്നതായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഉപ്പ ലീവിന് വന്ന സമയത്തിന് എന്ത് ചെയ്തു, എൻ്റെ കല്യാണം കൂടി ഡേറ്റ് ഫിക്സ് ചെയ്തു. കാരണം അന്ന് ഉപ്പ എക്സിറ്റ് അടിച്ച് വന്നല്ലോ. അപ്പോൾ എന്താ പറയുക, വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ കല്യാണത്തിലോട്ട് നടന്നു. ഞാൻ കല്യാണം എന്നുള്ള ആ സമയത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് അത് ലാസ്റ്റ് ഒരു സമയത്ത് വീടിന്റെ പണി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് തീർക്കേണ്ടി വന്നു. അപ്പൊ തീർത്ത സമയത്ത് ഫാമിലിയുള്ള എല്ലാവരും വിചാരം എന്താ അറിയോ, എൻ്റെ കല്യാണം റെഡി ആയത് കൊണ്ടാണ് പെട്ടെന്ന് വീടിന്റെ വർക്ക് തീർക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്തു. അപ്പൊ ഹൗസ് വാമിങ് കഴിഞ്ഞത് മുതൽ എന്തെങ്കിലും ബാക്കിയുള്ള കസിൻസിന്റെ ഒക്കെ ചോദ്യം എന്താണ്, എൻ്റെ കല്യാണം എന്നാണെന്നുള്ളതാണ്. ശരിക്കും ഞാൻ കല്യാണത്തിന് ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും ഫാമിലിയുടെ നിർബന്ധവും ഫ്രണ്ട്സിന്റെ നിർബന്ധപ്രകാരമൊക്കെ എന്ത് ചെയ്ത് പെണ്ണ് കാണാനൊക്കെ പോയി. നമ്മുടെ ഫാമിലിയിൽ പെട്ട ഒരു അറിയപ്പെടുന്ന ഒരു ഫാമിലി നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്തായാലും കല്യാണമൊക്കെ ഒരു 6 മാസത്തിന് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ആ രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഉപ്പ പറഞ്ഞു, നിന്റെ അടുത്തുള്ള ഫണ്ട് പോലും, എൻ്റെ അടുത്ത് കുറച്ച് സേവിങ്സ് എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നിന്റെ അടുത്തുള്ള ഫണ്ട് പോലും നീ വീട് വർക്കിന് വേണ്ടി ഇറക്കിയത് കൊണ്ട് തന്നെ നിന്റെ കല്യാണത്തിനുള്ള ഫണ്ടുകളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ രീതിയിൽ
അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ. ആ സമയത്താണ് എൻ്റെ ഉപ്പ ഹൗസ് വാമിങ് കഴിഞ്ഞു, എൻ്റെ കല്യാണ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഉപ്പ ഗൾഫിലോട്ട് പോയി. 15 ദിവസം കൊണ്ടാണ് ഉപ്പ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോരേണ്ടത്. എങ്ങനെ ഉണ്ടാവും? വീട്ടിലെ കടബാധ്യതകൾ ഞാൻ തീർക്കണം, വീട്ടിലെ ചെലവുകൾ ഞാൻ നോക്കണം, എൻ്റെ കല്യാണത്തിനുള്ള ഫണ്ട് ഉണ്ടാക്കണം. ഏകദേശം ഒരു 5 മാസത്തിനടുത്തോളം ഇനിയും ടൈം ഉണ്ട്. പ്രവാസ ജീവിതം എന്നുള്ളത് എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു. കാരണം അറിയാലോ നമ്മളെ നാട്ടിലൊക്കെ അവസ്ഥ, മലബാർ ഏരിയ, ഇപ്പോൾ കോട്ടക്കൽ, മലപ്പുറം അല്ലെങ്കിൽ മലബാർ ഏരിയയിലെ സിസ്റ്റം എന്താണ്? എൻ്റെ ഉപ്പ, അമ്മമാര്, മൂത്താപ്പാർ എല്ലാവരും പ്രവാസികളായതുകൊണ്ട് തന്നെ എനിക്കും പഠിക്കുന്ന സമയത്തുള്ള ആഗ്രഹം എന്തേനും, പഠനം കഴിഞ്ഞ് പഠിക്കുന്ന കാലത്ത് നമ്മൾ അത്രത്തോളം പെർഫെക്റ്റ് ആയതുകൊണ്ട് പഠനം കഴിഞ്ഞ് വേഗം എന്തെയ്യണം, ഗൾഫിക്ക് വിടണം എന്നുള്ള പ്ലാനിങ് എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത്, +1 പഠിക്കുന്ന സമയത്താണ് ഉപ്പ എന്നോട് ചോദിക്കുന്നത് ലീവിന് വന്ന സമയത്ത്, ഹാരിസെ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് പ്ലാൻ? ഇനി പഠനം കഴിഞ്ഞ് ഗൾഫിക്ക് പോകണം, ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പൊ ഉപ്പനോട് പറഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രവാസിയാണ്. സൗദിയിലുള്ളത് കൊണ്ട് തന്നെ 2 വർഷം കൂടുമ്പോൾ ഒരു പക്ഷെ ലീവിന് വരും, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറഞ്ഞൊരു ലീവിന് വരും, അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത്. അപ്പൊ നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രവാസിയാണ്. ഇനി ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആവാൻ നിൽക്കുന്ന സമയത്ത് നീ ഗൾഫിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്താണ് ഇവിടെ നിൽക്കുക? ഗൾഫിനേക്കാൾ ഏറ്റവും ബെറ്റർ നാട്ടിൽ സെറ്റിൽഡ് ആവേണ്ടത് തന്നെയാണ് നല്ലത് എന്ന് എന്നോട് ഉപ്പ പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഗൾഫിലോട്ട് പോവുക എന്നുള്ളത് ഞാൻ ആ സമയത്ത് മുതൽ ഒഴിവാക്കിയ സംഭവമാണ്. പക്ഷെ കല്യാണം ഡേറ്റ് ഫിക്സ് ആക്കി ഉപ്പ എക്സിറ്റ് അടിച്ച് വന്നു. എൻ്റെ വരുമാനം കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വന്ന സമയത്ത് ഗൾഫിലോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ചു. പക്ഷേ കല്യാണം ഡേറ്റ് ഫിക്സ് ആക്കി 5-5.5 മാസം കഴിഞ്ഞ കല്യാണം ആയതുകൊണ്ട് ഗൾഫിലോട്ടും പോവാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഗൾഫിൽ പോകണം മിനിമം 1 വർഷങ്ങൾ നിൽക്കണ്ടേ, പിന്നെ വിസ ടിക്കറ്റ് വേറെ, അതും വേറെ ഫണ്ട് വേണം. അപ്പൊ അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് അതും നടക്കൂല എന്നുള്ളത് അത് ഒഴിവാക്കി. ഗൾഫ് ജീവിതം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഗൾഫിലോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം. കാരണം ഇത്രയും കാര്യം നമ്മുടെ ഫാമിലി സേഫ് ആൻഡ് സെക്യൂർ ആക്കി മാറ്റാനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുവരെ ഒരു ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയും അത് പിടിച്ചു നിൽക്കുന്നതിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്താണ് എന്താ പറയുക, 4 മാസം മുന്നോട്ട് പോയി കല്യാണത്തിന് 2 മാസം മുമ്പാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറയുന്നത്, ഒരു ദൈവദൂതനെ പോലെ, എടാ ഒരു പാർട്ട് ടൈം ഉള്ള ഒരു ജോലി ഉണ്ട്, നീ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്ട്രാ വരുമാനം അത്യാവശ്യമാണ്, പക്ഷെ ഒരു പാർട്ട് ടൈം ഉള്ള ഒരു ജോലി ചെയ്യാൻ കഴിയോ എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. കാരണം ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അറിയാൻ കഴിയും, ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഏതൊരു വ്യക്തികൾക്ക് അറിയാൻ കഴിയും അവിടെ കച്ചവടം ഉണ്ടോ, സെയിൽസിംഗ് ഉണ്ടോ എന്നുള്ളത് എന്തല്ല, അവിടുത്തെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, മാനദണ്ഡമല്ല, ഒരു ഡ്യൂട്ടി ടൈം ഉണ്ടാവും. അത് നമ്മൾ നിൽക്കൽ നിർബന്ധമാണ്. ഞാൻ രാവിലെ 8 മണിക്ക് ഷോപ്പിൽ കയറി, കാരണം ഇലക്ട്രിക്കൽ ഷോപ്പൊക്കെ അറിയാലോ, രാവിലെ പണിക്കൊക്കെ വീടുകൾ വർക്കിനൊക്കെ സ്റ്റാഫുകൾ പോകുന്നതിന് മുമ്പ് നമുക്ക് പല സാധനങ്ങൾ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ രാവിലെ 8 മണിക്ക് ഷോപ്പ് കയറിയ രാത്രി 9 മണിക്കാണ് ഇറങ്ങേണ്ടത്. അതിനിടയിൽ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക്, ഒരു മണിക്കൂർ ടൈം ഉണ്ടാവും, അതാണ് നമ്മുടെ ഫ്രീ ടൈം. അപ്പൊ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് എക്സ്ട്രാ വരുമാനം ആവശ്യമാണ്, പക്ഷെ എങ്കിൽ പോലും ഈ ഷോപ്പിൽ നിന്നിട്ട് ഒരു പാർട്ട് ടൈമുള്ള ജോലി ചെയ്യുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. ഞാൻ 2ഓളം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ആയതുകൊണ്ട് എന്താണ്, ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പിൽ നിന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്വന്തം പരിപാടി ആയതുകൊണ്ട് എന്ത് പറ്റും, അത് നമുക്ക് നമ്മളുടേതായ ടൈമുകൾക്ക് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജോലിക്ക് പോകുക എന്നുള്ളത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല, ഒന്നാമത്. രണ്ടാമത് അന്ന് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ചെയ്ത സമയത്ത് ഇനി എന്താണ്, സ്റ്റാർട്ടപ്പ് സെറ്റായി കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാലും ടെൻഷൻ ഇല്ല, കാരണം വേറെ ജീവിത പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ സമയത്ത് ഫ്രണ്ട് എന്നോട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയും, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ജോലി എന്ന രീതിയിൽ, ബിസിനസ് അല്ല ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ജോലി എന്ന രീതിയിൽ ഇൻവൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ഈ ഇലക്ട്രിക്കൽ ഷോപ്പിൽ വരുമാനം മുടങ്ങിക്കഴിഞ്ഞാൽ ആകെ ഫ്ലോപ്പ് ആവും. കാരണം വേറെ ഒരു ഓപ്ഷൻസ് എൻ്റെ മുമ്പിലില്ല. അപ്പൊ അതുകൊണ്ട് സ്ട്രഗിളിങ് എടുക്കാനുള്ള പറ്റൊരു സമയമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് എക്സ്ട്രാ വരുമാനം ആവശ്യമാണ്, പക്ഷെ ഈ ജോലിക്ക് കൂടുതൽ പാർട്ട് ടൈമിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥിര വരുമാനത്തിന് പോലും അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പാർട്ട് ടൈമിലെ ജോലി എനിക്ക് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിന്നു. പക്ഷെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഹാരിസെ നീ ചിന്തിക്കുന്ന പോലെയല്ല, കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നീ ചെയ്യുന്ന ജോലിക്ക് യാതൊരു തടസ്സവും കൂടാതെ ചെയ്യാനും കഴിയും, മാത്രമല്ല ചുരുങ്ങിയത് ഡെയിലി ഒരു 500 രൂപ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതെനിക്ക് കത്തി. നമുക്കൊരു പാർട്ട് ടൈം ഒരു ഡെയിലി 500 രൂപ കിട്ടുന്ന മാസത്തിലായി 15,000 രൂപയായി. ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയാൻ കഴിയും, നമ്മൾ സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ ഇലക്ട്രിക്കൽ ഷോപ്പ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, എന്ത് മൊബൈൽ സ്ഥാപനം ഷോപ്പ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, ഇങ്ങനെ എവിടെ ജോലിക്ക് പോയാൽ പോലും സ്റ്റാർട്ടിങ് നമുക്ക് എന്തുണ്ടാവില്ല,
ഒരു ഡയലിൽ 500 രൂപ അല്ലെങ്കിൽ മാസം 15,000 രൂപ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കറിയാലോ. ഒരു 7,000, 8,000, 9,000 കിട്ടും. പിന്നെ അത്രത്തോളം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 12,000, 15,000 ഒക്കെ കിട്ടും. ഇതാണല്ലോ യാഥാർത്ഥ്യം. അതേ സമയത്ത് എനിക്ക് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ കൂടെ ഒരു മന്ത്ലി ഒരു 15,000 രൂപ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്നത് ചെറിയ സംഭവമാണോ? എന്റെ കുറെ പ്രശ്നങ്ങൾ അതിലൂടെ തീർത്തൂടെ? ഇത് കേട്ടപ്പോൾ എനിക്ക് ത്രില്ലിംഗ് ആയി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഒരു പാർട്ട് ടൈമുള്ള ജോലി, അതിലൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ അവന്റെ വീട്ടിലോട്ട് പോയി. കാരണം തിരൂരാണ് പ്രോഗ്രാം ഹോൾ എന്നോട് പറഞ്ഞത്. എനിക്ക് തിരൂർ പ്രോഗ്രാം ഹോളിലോട്ട് പോകാൻ ഇവിടുന്ന് ആകെ എത്ര ഉള്ളൂ, 14 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവനെ എടുത്തിട്ട്, കാരണം അവൻ എന്റെ ആവശ്യമായിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവന്റെ വീട്ടിൽ പോയി എടുത്തു വരാൻ എന്ത് ചെയ്യണം, ഒരു 16 കിലോമീറ്ററിലധികം പോകണം. കാരണം അവനെടുത്ത് പിന്നെ കളക്ട് ചെയ്ത് അങ്ങനെ പോകണം. അങ്ങനെ ഞാൻ അവന്റെ വീട്ടിലോട്ട് പോയി. ഫ്രണ്ടിന് ഓൾറെഡി എന്റെ വീടൊക്കെ അറിയാം. ഞാൻ അവന്റെ വീട്ടിലോട്ട് പോയി അവനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്ത് VOP അവൻ എത്തിയ സമയത്ത് അവൻ പറഞ്ഞു, നിന്റെ ബൈക്കുമ്പോൾ പോകണ്ട, എന്റെ ബൈക്കുമ്പോൾ പോകണ്ട, അവന്റെ ബൈക്ക് എടുത്ത് പോകുന്നു. പക്ഷെ ആ പോകേണ്ട സമയത്ത് പറഞ്ഞു, എടാ സായിക്കാൻ ഈ അനക്ക് റിസ്ക് ആയി, അനക്ക് ആകെ ലീവുള്ള ദിവസം ഞായറാഴ്ചയാണ്, ഈ ലീവുള്ള ദിവസം എന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നീ പോരാന്ന് പറഞ്ഞു, നിന്റെ സമയത്തിന് അത്ര ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു. എടാ എന്തായാലും എന്റെ കൂടെ പോകുന്നത് നന്നായി, കാരണം അവനെ ഏൽപ്പിച്ചിരുന്ന സംഭവമാണല്ലോ, ഇന്റർവ്യൂ ആണല്ലോ. അങ്ങനെയാണ് ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് തിരൂരിലോട്ട് പ്രോഗ്രാമിന് പോയത്. തിരൂർ പ്രോഗ്രാം ഹാളിൽ പോയപ്പോഴാണ് എന്ത് ചെയ്ത്, ഇപ്പോൾസും മൈക്കോഫി കണ്ടപ്പോൾ ഞാൻ റിട്ടേൺ പോരാന്നൊരു വ്യക്തിയാണ്. ഞാൻ അവരോട് നല്ലോണം ഫൈറ്റ് ചെയ്ത്, ഈ പരിപാടിക്കാണ് ഇതിനെ കൊടുക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫൈറ്റ് ചെയ്ത്. അപ്പോൾ അവനോട് പറഞ്ഞു, ആരിസേ എന്തായാലും ഈ വന്നതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നിട്ടുണ്ട്, നമ്മൾ ഇവിടെ ഏറ്റവും വന്നിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മോശമാണ്, ഈ ചേരേണ്ട ഭായി. പക്ഷെ ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കാൻ സമയം റെഡിയാണ്, ആകെ ഞായറാഴ്ച എനിക്കുള്ള ലീവാണ്, ഈ ലീവാണ് നീ എനിക്ക് മുടക്കിയത്. അപ്പൊ അതുകൊണ്ട് ഈ ലീവ് എടുത്ത് നിങ്ങൾക്ക് നല്ല നാസ്ത തരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നതാണ്. എന്നാ പറഞ്ഞാൽ ആയിക്കോട്ടെ, നാസ്തക്ക് നാസ്ത എനിക്ക് എന്താ വേണ്ടിച്ച് ഞാൻ എന്ത് ചെയ്യുക വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് VOP ഹാളിൽ ഇരുത്തി. പക്ഷെ VOP ഹാളിൽ ഇരുന്ന സമയത്ത് ഫ്രണ്ട് ഡ്രോത്തിൽ എന്നെ കൊണ്ടുവരുത്തി. പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾസും ഐക്കോഫി കണ്ട സമയത്ത് ഇത് ആളെ പിടിക്കുന്ന പരിപാടി, ആളെ തട്ടിപ്പ് പരിപാടി ഞാൻ ഓൾറെഡി ഇതാക്കിയ ആളാണ്. അങ്ങനെ അത് പറയാനുള്ള മറ്റൊരു റീസൺ ഉണ്ട്. കാരണം ഞാൻ 2016-17 കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, +2 പഠിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് എന്തുണ്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഹാരിസെ നമുക്കൊന്ന് എമർജൻസി ആയിട്ട് ഒന്ന് കാണണം, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഷോപ്പിലോട്ട് നീ പോരെന്ന് പറഞ്ഞു. അപ്പൊ ഷോപ്പിൽ ഒന്ന് സംസാരിക്കാൻ പറ്റൂല, നിന്നൊന്ന് ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലോട്ട് വായു പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗ്രൗണ്ടിലോട്ട് വരും, നിന്നെ സമയമാകുമ്പോൾ ഞാൻ ഫ്രീ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗ്രൗണ്ടിലോട്ട് എത്തി. എൻ്റെ ഫ്രണ്ടും വന്നു. ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാരിസെ ഒരു സംഭവം ഉണ്ട്, ഒരു ഐപ്പൾസർ ഒരു ജ്യൂസ് ഉണ്ട്, ഐപ്പൾസറിന്റെ ജ്യൂസ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ വരെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഐക്കോഫി എന്നൊരു കോഫി ഉണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ഷുഗർ ആയിക്കോട്ടെ ഇൻസുലിൻ വരെ ഒഴിവാക്കാൻ പറ്റും, അത് ഒന്ന് വിറ്റാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 500 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ ഏജ് എത്രയാണ്, ആ ഒരു ഏജാണ്. കാരണം 2016-17 കാലഘട്ടത്തിലാണ്, മനസ്സിലാക്കണം. അപ്പൊ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ ലാഭം കിട്ടും. അപ്പൊ ഒരു ദിവസം 5-6 പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല, എന്തായി, ഒരാഴ്ചക്ക് പിന്നെ ജോലിക്ക് പോകണ്ട. അന്നത്തെ ഏജ് അതാണല്ലോ. അപ്പൊ നമുക്ക് ബൈക്ക് എടുത്ത് കറങ്ങാം. ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം 4-5 പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അടിച്ചു കൊടുക്കുക. കാരണം അന്ന് ഡെയിലി 500 രൂപ പോലും എന്തില്ല, ആ സമയത്ത് നിങ്ങൾക്ക് സാലറി ഇല്ല. ഡെയിലി ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയ സമയത്ത് 500 രൂപ പോലും സാലറി ഇല്ല. ആ സമയത്തിന് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയി. ഞാൻ നേരെ എൻ്റെ ഫാമിലി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഫാമിലി ഇവിടെ ഒരാൾക്ക് എന്തുണ്ട്, ഡയബറ്റിക് ഉണ്ട്, അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രശ്നം പേടിച്ചണ്ട, നിങ്ങളെ ഈ ഷുഗർ വരേണ്ടല്ലോ, ഇൻസുലിൻ വരെ ഒഴിവാക്കാൻ പറ്റും, ഇന്ത്യക്ക് ഒരു കോഫി ഉണ്ട്, ഞങ്ങൾക്ക് നാളെ ഒരു കോഫി കൊടുക്കാൻ തരാറുണ്ട്. അപ്പൊ അവരെ മകനെ എൻ്റെ കസിനോട് പറഞ്ഞു, ഹാരിസെ നിന്നോട് ഈ തട്ടിപ്പ് ആരാ പറഞ്ഞത്, കോഫി കുടിച്ചിട്ട് ഷുഗർ മാറേ, ഇവിടെ കാണാത്ത ഡോക്ടർമാർ ഇതൊന്നുമില്ല, എന്നിട്ട് വരെ മാറാത്ത അസുഖം ഒരു കോഫി കൊണ്ട് മാറാന്ന് പറയാൻ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ. ഇനി മാത്രമല്ല, ഇത് ഇവിടുന്ന് സാധനം കിട്ടുമോ ചോദിച്ചു. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കിട്ടും, ഞങ്ങൾക്ക് കൊടുത്തരും. എടാ നിന്നെ പോലുള്ള ചെക്കന്മാരുടെ അടുത്ത് ഈ സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്തോ ഉടായ്പ തട്ടിപ്പ് പരിപാടിയാണ്. അത്രയും നല്ല സാധനമാണ്, എന്ത് ചെയ്യണം, ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യണം. എത്ര ഇൻസുലിൻ വരെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കണം. ഈ മെഡിക്കൽ സ്റ്റോറിലോ ഡോക്ടർമാരെടുത്തോ കൊടുക്കാത്ത സാധനം നിന്നെപ്പോലുള്ള പയ്യന്മാരെടുത്ത്, കാരണം അന്നത്തെ ഏജ് ഇതല്ലല്ലോ, നിന്നെപ്പോലുള്ള പയ്യന്മാരെടുത്ത് തരണമെന്നുണ്ടെങ്കിൽ തന്നെ അതെന്തോ തട്ടിപ്പ് പരിപാടിയാണ്. ഇത് സാധനം വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ട, ഒരാൾക്കും കൊടുക്കാൻ നിൽക്കണ്ട. അത് ആർക്കെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം, ഭയങ്കര സൈഡ് എഫക്റ്റ് എന്താ, നീ കുടുങ്ങിപ്പോവും മോനാണ്ടത് എന്നോട് കുറെ ഉപദേശിച്ചു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ശരിയാണല്ലേ, കാരണം അല്ലെങ്കിൽ തന്നെ ഇത്ര റിസൾട്ടുള്ള സാധനങ്ങൾ ഡോക്ടർമാർ കൊടുക്കണ്ടേ, എനിക്ക് തരാം. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര നെഗറ്റീവ് അടിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവനും കൂടി ഞാൻ എന്ത് ചെയ്ത് ബിസിനസ് നിർത്തിച്ച്.
അതാണ് ഉണ്ടായത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഞാൻ പറഞ്ഞില്ല വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് സമയത്താണ് വരുന്നില്ല. വീടിന്റെ ഹൗസ് വാമിങ് പറയുന്നത് അതായത് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നതിന്റെ 6 മാസം മുമ്പ് വീടിന്റെ ഹൗസ് വാമിങ് ഇൻവൈറ്റിംഗ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ ഫാമിലി പോയ സമയത്ത് അവിടെ ഞാൻ അവരോട് വീട്ടിലോട്ട് ഹൗസ് വാമിങ് ഇൻവൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവർ അനിയൻ വന്നു. അനിയൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഏജ് ഉണ്ട്. അവരെ ജ്യേഷ്ഠനോട് സംസാരിച്ച് കൊടുക്കുന്ന സമയത്ത് അവർ അനിയൻ വന്നു. അനിയൻ വന്നിട്ട് പറഞ്ഞു, കാക്ക ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കേട്ടിറങ്ങി, ഞാൻ ഭയങ്കര നെഗറ്റീവ് അടിച്ചു, ഐക്കോൾഫി ഐപ്പിൾസും അല്ലേ ഇതാണ് ചേരാൻ പോകണ്ടാറ്. അപ്പം എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് പറയുമ്പോൾ അടുത്തൊരാളും കൂടി കാണുമ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്തില്ല. അവരെ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും നെഗറ്റീവ് അടിച്ചിട്ട് അയാളും ആ പരിപാടി നിർത്തിപ്പോയി. ഈ ഒരു സംഭവം എൻ്റെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐപ്പിൾസും ഐക്കോഫി ആളെ ചേർക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഞാൻ എന്ത് മാറി ഞാൻ മൊബൈലിൽ ഗെയിം കളിച്ചിരുന്നു പ്രോഗ്രാമുകൾ പോയിട്ട്. കാരണം അത്രയും ദേഷ്യമായി, കാരണം എൻ്റെ ഉള്ള ലീവും കൂടി നഷ്ടപ്പെടുത്തിയുള്ളതിൽ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ലേഡി വന്ന് എക്സ്പീരിയൻസ് പറഞ്ഞു, അവർക്ക് ഐപ്പിൾസ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അലർജിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്നുണ്ട്. അതെനിക്ക് ക്യാച്ച് ചെയ്തു. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് നേരിട്ട് അവരോട് പോയിട്ട് ചോദിച്ചു. ഒരു സ്റ്റാർ 500 250 നിൽക്കേണ്ട ഒരു ലേഡിയാണ്. ബാക്കിയുള്ളവർക്ക് കോട്ട് സൂട്ടൊക്കെ ആകുമ്പോൾ കമ്പനിയുടെ ആൾക്കാരാണ്. ഇത് അവരെ ഒരു 250 ഒരു 500 ലീറ്റർ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് അറിയാലോ അതിന്റെ യാഥാർത്ഥ്യം എന്താണുള്ളത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അന്ന് മാഡം എന്ന് വിളിക്കണമെന്നോ സാറെ വിളിക്കണമെന്നോ നമുക്കറിയില്ല, വേറെ കാര്യം. ഞാൻ പോയി താത്ത സത്യം പറയും, നിങ്ങൾക്ക് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിക്കണം. റൗണ്ട് അപ്പിനൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ അതിന് മുമ്പ് ആദ്യം പോയി ചോദിച്ചതാണ്, താത്ത സത്യം പറയും നിങ്ങൾക്ക് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിയാണ്. കാരണം അവർ ആ ഒരു എക്സ്പീരിയൻസ് കേട്ടാൽ അറിയാം അവർ പുതിയൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തൊരു വ്യക്തിയാണ്. കാരണം അവരുടെ റിസൾട്ടുകൾ പറഞ്ഞു. അതെനിക്ക് ക്യാച്ച് ചെയ്തു. കാരണം എന്താണ്, എനിക്ക് പഠിക്കുന്ന സമയം മുതൽ അലർജി സംബന്ധമുള്ള വിഷയമുണ്ട്. അതിനുശേഷം എനിക്ക് അവിടെ റൗണ്ട് അപ്പിന് ഇല്യാസ് സാറാണ് കിട്ടിയിരുന്നത്. ഇന്നത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട്, അന്ന് ഇല്യാസ് സാർ പേൾ എക്സിക്യൂട്ടീവ് ആണ്. ഇല്യാസ് സാർ ഇരുന്ന സമയത്ത് ഇല്യാസ് സാറിന്റെ റൗണ്ട് അപ്പിന് ഇരുന്നാൽ പിന്നെ അറിയാലോ ഏതൊരു വ്യക്തിയെയും സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇല്യാസ് സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലിന്റെ ഡൗട്ടുകൾ, ഇപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലിയർ ആയി. പക്ഷെ എങ്കിലും കൺഫ്യൂഷൻസ് അതിന്. അതിനുശേഷം ലീഡേഴ്സ് എൻ്റെ കൂടി ഏകദേശം 7ഉം 8ഉം പ്രാവശ്യത്തോളം കൂടുതൽ റീഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇൻഡസ്ട്രി ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എനിക്ക് 1 മാസം കൊണ്ട് ഭയങ്കര റിസൾട്ട് ഐപ്പിൾസ് എന്ന പ്രൊഡക്റ്റ് അലർജിക്ക് കിട്ടി. പക്ഷെ എങ്കിലും എനിക്ക് ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം കല്യാണത്തിന് 2 മാസം മുമ്പാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടുകൾ കിട്ടിയ സമയത്ത് ഞാൻ ചെയ്തു, ഫാമിലി ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊടുത്തു. അതിനൊക്കെ ഭയങ്കര റിസൾട്ട് കിട്ടി. പിന്നെ മാത്രമല്ല, ഞാൻ ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇലക്ട്രിക്കൽ ഷോപ്പിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഏകദേശം ഞാൻ അവിടുത്തെ ഷോപ്പിലെ മാനേജറാണ്. മാത്രമല്ല 10-16 കൂടുതൽ സ്റ്റാഫുകളുണ്ട്. ഒരു വീടിന്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടുകാരായിട്ട് നമ്മൾ അത്രയും ബന്ധമാവും. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു 4-5 കിലോമീറ്റർ സർക്കിൾ എനിക്ക് നല്ല റിലേഷൻസ്, നല്ല ബന്ധങ്ങളുണ്ട്. കാരണം ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ നമ്മൾ വർക്കും കൂടി എടുക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു 2-3 വർഷം ആ ഫാമിലിയോട് നമ്മൾ അത്രയും റിലേഷൻസ് ഉണ്ടാവും. കാരണം ഒരു വീട് വർക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ, ഒരു വീട് പണി തുടങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം കൺസ്ട്രക്ഷൻ വർക്ക്, അല്ലെങ്കിൽ ഒരു നിലവിലുള്ള വീടാണെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ ഉള്ള കണക്ഷൻസ്, ഇലക്ട്രിക്കൽ കണക്ഷൻസ് ക്ലിയർ ആക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവും. കാരണം അവിടെ തേപ്പിന് മുമ്പായിട്ട് വയറിങ് കാര്യങ്ങൾ ചെയ്യാൻ കോൺക്രീറ്റ് സമയത്ത് നമ്മൾ ഉണ്ടാവും. ഓരോ തേപ്പ് കഴിഞ്ഞാണ്ടാവും. അഥവാ ഒരു വീട്, ഒരു സാധാരണ ഒരു ഫാമിലി, ഒരു വ്യക്തി 2-3 വർഷം കൊണ്ട് വീട് വർക്ക് എടുക്കണമെങ്കിലും അതിൽ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സമയം കൂടെ നമ്മൾ ആ ഫാമിലിക്ക് ഭയങ്കര ബന്ധമാവും, ബോണ്ടിങ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല കണക്ഷൻസുകൾ ഉണ്ട്. എനിക്ക് ഒരുപാട് ആജയന്മാരായിട്ടും ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. കാരണം ഷോപ്പിലെ മാനേജർ ആ ഒരു റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്. ഇനി ആ ബന്ധം വെച്ച് എനിക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും, ഇക്ക ആചാര ഇന്നൊക്കെ വേണ്ടപ്പെട്ട സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്ന ആട് കൊണ്ടുവരുന്നുണ്ട്, എന്താ മോനെ എങ്ങനെ സാധിച്ചു, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാറി. എന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യും, ആചാരടുത്ത് കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കും, പ്രൊഡക്റ്റ് കൊടുക്കും. ഒരു പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ്, അതും എന്ത് ചെയ്യും, ഐക്കോഫിക്ക് ഓപ്പൺ ആക്കിക്കാണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യും, കോഫി ഉണ്ടാക്കിയാണ് കൊടുക്കും. പിന്നെ അവർക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല ഐപ്പിൾസിന്റെ ആവശ്യം, ഐപ്പിൾസ് ഞാൻ തന്നെ ഓപ്പൺ ആക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, 30 മില്യൺ 50-60 മില്യൺ എടുത്ത് കൊടുക്കും ക്ലാസ്സിൽ. പിന്നെ അവർക്ക് അത് വാങ്ങാതിരിക്കാൻ പറ്റും, ഓപ്പൺ ആക്കിയ സാധനമല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഗൂഗിൾ പേയിലൂടെ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ വാങ്ങാം. അപ്പോൾ സെയിൽസിംഗ് ഒരു സംഭവം ഒന്നുമില്ല. ഇനി ഞാൻ സെയിൽസിങ് അത്യാവശ്യം ചെയ്ത്, കാരണം ആ ഒരു സമയത്ത് ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് സമയത്ത് സെയിൽസിംഗിലാണ് പിടിച്ചു നിന്നത്. പക്ഷേ ലീഡേഴ്സ് എന്നോട് പറഞ്ഞു RTP ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറഞ്ഞു. ഇന്ന് RTP ട്രെയിനിങ് പ്രോഗ്രാമിന് എത്രയാണ്, 3850 രൂപ. അന്ന് RTP ട്രെയിനിങ് പ്രോഗ്രാമിന് 3000 രൂപയാണ്. 3000 രൂപയാണ് RTP ട്രെയിനിങ് പ്രോഗ്രാമിന്. എന്നോട് എൻ്റെ ലീഡർ പറഞ്ഞു, ഹാരിസ് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ മതി, ഒരു പ്രൊഡക്റ്റ് ഐപ്പിൾസോ ഐക്കോഫി വിറ്റാൽ മതി, എനിക്ക് RTPക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം പറഞ്ഞു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ എങ്ങനെ 3000 കിട്ടില്ലേ? കാരണം ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടില്ല, 500 രൂപ. അപ്പൊ എത്ര പ്രൊഡക്റ്റ് ഞാൻ വിൽക്കണം RTPക്ക് പോകണമെന്നുണ്ടെങ്കിൽ 6ഓളം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. ശരിയാണോ അല്ലേ? കാരണം എനിക്ക് ലാഭം കിട്ടും, 6ഓളം പ്രൊഡക്റ്റ് വിൽക്കണം. പിന്നെ മാത്രമല്ല എനിക്ക് ഇതിനും ഷോപ്പിൽ 1-2 ദിവസം ലീവ് എടുക്കും വേണം. അവിടെ സാലറി കുറഞ്ഞോ, അതും സാലറി നഷ്ടപ്പെട്ട്. പിന്നെ അവിടെ പോയുള്ള എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അപ്പൊ 3000 പ്ലസ് സാലറി എല്ലാം കൂടി 7000-8000 രൂപക്കുമുള്ള വരുമാനം, എന്ത് ക്യാഷ് വേണം. മാത്രമല്ല ഇതിന്റെ 2 ദിവസം ലീവും പോകും.
പിന്നെ പറഞ്ഞൊരു ഭയങ്കര ട്രെയിനിങ് പ്രോഗ്രാമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത്, ഒരു ക്ലാസ് എന്നുള്ളത് എനിക്ക് ഭയങ്കര താല്പര്യമില്ലാത്ത സംഭവമാണ്. പഠിക്കുന്ന സമയം മുതലേ. പിന്നെ 2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം, അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ലീഡറോട് പറഞ്ഞു, ആയിക്കോട്ടെ സാറേ, ഞാൻ എന്തായാലും അടുത്ത RTP ഉണ്ടാവും അറിയും. സ്റ്റാർട്ടിങ്ങിന് ടൈം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ക്യാഷ് ബുക്ക് ചെയ്യാനുള്ള പൈസ വരില്ല. അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും, 1-2 പ്രാവശ്യം ഞാൻ RTP കയറാൻ പറഞ്ഞിട്ടും കയറാതെ മാറുന്ന ഒരാളാണ്. പക്ഷെ നമ്മളെ ലീഡർമാരില്ല, പോലും നമ്മളെക്കാൾ പുലികളല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത് ലീഡറിന് മനസ്സിലായി, ഇത് ഞാൻ എൻ്റെ ഉടായ്പാണ്, തട്ടിപ്പാണ്, പങ്കെടുക്കൂല ഉള്ളത്. ലീഡർ എൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് സെയിലിങ്ങിന് വന്നു. അവിടുന്ന് ക്യാഷ് കൊടുക്കാൻ നേരത്തെ അവരോട് പറഞ്ഞു, എൻ്റെ ഫാമിലി തന്നെയാണ്, ക്യാഷ് കൊടുക്കാൻ നേരത്തെ അവരോട് പറഞ്ഞു, ക്യാഷ് അല്ല ഗൂഗിൾ പേ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ലീഡറാണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ ചങ്ങായി ഇപ്പൊ തന്നെ ഗൂഗിൾ പേ വാങ്ങേണ്ടത്, ക്യാഷ് കിട്ടിയാൽ പോലെ, എനിക്ക് എന്തായാലും ക്യാഷ് ആയിട്ട് കിട്ടിയാൽ മതി, എനിക്കിവിടെ പൈസക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ ഗൂഗിൾ പേ വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് പിന്നെ ഞാനത് ക്യാഷ് ആക്കണ്ടേ? പക്ഷെ എനിക്ക് ആ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ വയ്യ, കാരണം എൻ്റെ ഫാമിലിയാണ്, ഞാൻ അവിടെ പ്രൊഡക്റ്റ് കൊടുക്കണമെന്നാണ്, എൻ്റെ ലീഡറെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു, ക്യാഷ് ഉള്ളത് അവർ ഗൂഗിൾ പേ ചെയ്ത് തന്നു. എൻ്റെ ബൈക്ക് മേലെ പോയിട്ടുണ്ട്, ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്നൊരു ഗോൾഡ് ഇല്ല സാർക്ക്, സാറേ ഞാൻ ഹാരിസ് റഹ്മാന്റെ RTPക്കുള്ള 3000 നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, എന്നാണോ RTPക്ക് അന്നേക്ക് ഓൻ്റെ ബുക്ക് ചെയ്ത് ആളിട്ടായിരുന്നു, അതൊക്കെ എടുക്കണേ. ആ ക്യാഷ് എന്തിനാണ് ഗൂഗിൾ പേ വാങ്ങിയത് അപ്പോൾ മനസ്സിലായി. ബാക്കി ഒരു 100 രൂപ തന്നു, 3100 എന്നിട്ട് ചായയും കുടിച്ചോണ്ടിരുന്നത് എൻ്റെ ലീഡർ എനിക്ക് ആ 100 തന്ന്. ഞാൻ ലീഡറെ പിരായി പറയാൻ വാക്കൊന്നുമില്ല, മനസ്സിലായി. പിന്നെന്ത് ചെയ്ത് പോവാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല, 3000 എനിക്ക് അത്യാവശ്യമില്ല, പല രീതിയിൽ സംസാരിച്ച് നോക്കി, ഒരു രക്ഷയില്ല. ലീഡർമാർ നമ്മളെക്കാൾ ആളുകളായതുകൊണ്ട് എന്ത് ചെയ്താൽ പിന്നെ നമുക്ക് ഇനി RTPക്ക് പോകാതെ രക്ഷയില്ല. പിന്നെ RTPക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പിലായ സമയത്ത് ഇതുപോലെ ട്രീറ്റുകൾ നമുക്ക് കിട്ടിയത് കൊണ്ടൊന്നുണ്ട്, അങ്ങനത്തെ 5 സ്റ്റാർ പ്രോപ്പർട്ടിയിലൊക്കെ പോകുന്ന അവസ്ഥകൾ നമുക്ക് അറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇനി RTPക്ക് പോയിട്ട് തിന്ന് മുതലാക്കുക എന്നുള്ളത്. കാരണം എന്തായാലും 3000 കൊടുത്തെങ്കിലേ, അങ്ങനെ ഞാൻ RTPക്ക് പോകേണ്ടത്. പക്ഷെ ആ RTPക്ക് പോയത് കൊണ്ടാണ് ഇൻഡസ്ട്രിന്റെ വാല്യൂ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അങ്ങനെ RTP ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞു വന്നു. ലീഡേഴ്സ്, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2 മാസങ്ങൾക്ക് ശേഷമാണ് RTPക്ക് പോകേണ്ടത്. അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ലീഡേഴ്സ് എന്നോട് പറയാറുണ്ട്, ലിസ്റ്റ് മേക്കിംഗ് ഇടണം, ലിസ്റ്റ് ഇടണം, ലിസ്റ്റ് ഇടണം എന്ന് പറയാറുണ്ട്. എൻ്റെ കോൺടാക്ട് തന്നെ മൊബൈൽ കോൺടാക്ട് തന്നെ 6000-ൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ഈ ലിസ്റ്റൊക്കെ ഞാൻ ഇടേണ്ടത്, എൻ്റെ ഇത്രയും കോൾ നമ്പേഴ്സ് ഇല്ലേ എന്ന് വെച്ചാൽ അതിൻ്റെ ലിസ്റ്റ് ഒന്നും ഇട്ടിട്ട് ഞാൻ. പക്ഷേ ആ RTP ട്രെയിനിങ് പ്രോഗ്രാമിന് പോയ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ RTPയും ലിസ്റ്റ് മേക്കിങ്ങിന്റെ വാല്യൂ എന്നുള്ളത്. അങ്ങനെ RTP ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് 2ാമത് ദിവസം കഴിഞ്ഞ ഒരു 7 മണി 8 മണി സമയത്തേക്ക് അവിടുന്ന് ഞാൻ നാട്ടിലോട്ട് എത്തിയ സമയം ഏർലി മോർണിംഗിൽ ഒരു 2 മണി 3 മണി സമയത്താണ് ഞാൻ വീട്ടിലെത്തുന്നുണ്ട്. ആ 2 മണി 3 മണി സമയത്ത് ഞാൻ വീട്ടിലെത്തി ഉറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ചെയ്ത സംഭവം എന്താ പറയുക, ലിസ്റ്റ് ഉണ്ടാക്കി. 150 ആളെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്ത് അന്നവിടെ ഉറങ്ങിയത്. പക്ഷെ ഉറങ്ങിയിട്ട് ഉറക്കം വന്നില്ല. കാരണം അപ്പോഴാണ് ഇൻഡസ്ട്രിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. രാവിലെ എണീറ്റ് നേരെ കസിൻ്റെ അടുത്തേക്ക് പോയി. കാരണം അവിടെ നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗിൽ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തന്നെ വായിച്ചറിയില്ല, അത് വേറെ കാര്യം. അപ്പൊ പിന്നെ ബാക്കിയുള്ള മുമ്പിലേക്ക് കാണിച്ചെടുത്ത് കാര്യമുണ്ട. ഞാൻ സീവർക്ക് ടൈമിലാണെങ്കിൽ ഞാൻ ഒരു സീവർക്കും ഞാൻ ചെയ്യില്ല. ഒക്കെ ലീഡേഴ്സ് ഒന്നുകിൽ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കസിൻസിന് കൊടുക്കും. കാരണം കുറെ കസിൻസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര മെച്ചാണ്. ഓർക്കല്ല എന്തെങ്കിലും ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്താൽ മതി. ഞാൻ പക്ഷെ കസിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞവളോട്, എനിക്ക് ബ്രോസ്റ്റിനുള്ളൊരു ചാൻസ് ഉണ്ട്, എനിക്ക് ബ്രോസ്റ്റ് വേണോ വെച്ച്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളോട് ബ്രോസ്റ്റ് വേണോ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. ഓൾ കേട്ട പാതി കേൾക്കാതെ ഇപ്പൊ തന്നെ വേണമെന്നാണ്. ഞാൻ ഇപ്പോഴൊന്നും വാങ്ങി തരാൻ പറ്റൂല, ഒരു കണ്ടീഷൻസ് ഉണ്ട്. അടിപൊളിയായിട്ട് ഈ 150 ആളെ പേര് എന്ത് ചെയ്യണം, ഇട്ട് തരണം. 150 ആളെ ലിസ്റ്റ് ബ്രോസ്റ്റ് കൊടുത്തില്ലെങ്കിലും ഓൾ എഴുതി തരും. പക്ഷെ അതെന്താവില്ല, അന്നൊക്കെ ആവില്ല, അതൊരു ആഴ്ച 2 ആഴ്ചക്ക് സമയം എടുക്കും. കാരണം ഓളെ ഫ്രീ ടൈമിനനുസരിച്ച് ചെയ്യുള്ളൂ. എനിക്ക് എന്ത് വേണം, അന്നൊക്കെ വേണം ആ ലിസ്റ്റ് അടിപൊളിയായിട്ട് ചെയ്തണം. ആ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്ത് 150 ലിസ്റ്റ് ഇടാളെ കൊടുത്ത് ഒരു 500 രൂപ പോയാൽ എന്താണ്, ഇന്ന് 32 ലക്ഷത്തിന് നമ്മൾ വരുമാനം വാങ്ങി, അത് വേറെ കാര്യം. അന്നെന്ത് ചെയ്ത് ആ ബ്രോസ്റ്റ് എന്ത് ചെയ്ത് വാങ്ങി തരാനുള്ള കണ്ടീഷൻ, ഇന്ന് ഈവനിങ്ങോട് കൂടി ഇത് കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ ഗ്യാരണ്ടിയാണ് ഇന്ന് നൈറ്റിൽ എനിക്ക് ബ്രോസ്റ്റ് വാങ്ങി തരുന്നതാണ്. അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എന്ത് ഇറങ്ങേണ്ടത്. ഇട്ട് ലീഡർ എടുത്ത് വിളിച്ചു. ലീഡർക്ക് പിറ്റേ ദിവസം വിളിച്ചു, സാർ എനിക്ക് അരജൻ്റായിട്ട് നിങ്ങളെ കാണുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ RTP കഴിഞ്ഞാൽ ലീഡർമാർ നമ്മളെ ഒന്നാണ് കാണല്ലേ. പക്ഷെ ലീഡർമാർ നമ്മൾ ഒന്ന് കാണും, എനിക്കറിയാം എൻ്റെ ലീഡർമാരെ. പക്ഷെ അതിന് മുമ്പ് ഞാൻ ലീഡർക്ക് അങ്ങോട്ട് വിളിച്ചു, എനിക്ക് ഇന്ന് 2 തീരുമാനമാക്കണം എന്ന് പറഞ്ഞത്. ആ ലീഡർ ആകെ ബേജാറായി. നിങ്ങളുടെ ആരിസ എന്താ പ്രശ്നം, ഈ പ്രശ്നം ഇല്ല സാറേ, നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം, നിങ്ങൾ ഷോപ്പിക്ക് വരികയായിരുന്നേ. ഞാൻ 2 തീരുമാനമാക്കുന്നപ്പോ എന്റെ ലീഡർ എന്ന് വിചാരിച്ചറിയോ, ഇത് ഭയങ്കര എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ വന്ന് എന്താ സംഭവം, എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടോ, സാറേ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ട്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ സീരിയസ്ലി ചെയ്യണം, അല്ലെങ്കിൽ നിർത്തി പോകണം, അല്ലാതെ എന്നെ കൊണ്ട് നടക്കൂലായിരുന്നു. എടാ എന്ത് പറ്റിയടാ, RTPക്ക് പോലെ എല്ലാവരും ഭയങ്കര പോസിറ്റീവുള്ള, അനക്കെന്ത് സംഭവിച്ചു വെച്ചേ. സാറേ എനിക്കും സംഭവിച്ചിരിക്കണേ, എനിക്ക് RTPക്ക് പോയപ്പോൾ മനസ്സിലായി ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യണം. പക്ഷെ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ എനിക്ക് ഇറങ്ങാൻ ധൈര്യമുണ്ട്. പക്ഷെ നിങ്ങളും കൂടി എൻ്റെ കൂടെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇട്ട് ഇറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ഞാൻ ഈ പരിപാടിക്കല്ല, ഞാൻ എൻ്റെ ഷോപ്പുമായിട്ട് മുന്നോട്ട് പോവാണ്, അല്ലാതെ പാർട്ട് ടൈം ചെയ്യാനുള്ള പരിപാടി അല്ല എന്നുള്ളത് എനിക്ക് ഈ RTPക്ക് പോയതുകൊണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞ്
ഇത് കേൾക്കാൻ നിൽക്കില്ല നമ്മൾ ലീഡർമാർ. എടാ കൂടെ കട്ടക്ക് നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. ആ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം 2 മാസത്തിനുള്ളിലായിട്ട് എന്ത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ റെഡിയായി. ഫുൾ ടൈമായിട്ട് ഇറങ്ങി. ആ ഒരു മാസം ഭയങ്കര നമ്മളെന്താ പറയുക എഫേർട്ട് എടുത്തു. കാരണം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ സമയമാണ്. പക്ഷെ എനിക്ക് ആ മാസം കിട്ടിയ വരുമാനം 2500 രൂപ. എനിക്ക് എൻ്റെ EMI-യും അടവുകളും കാര്യങ്ങളും വേണം. 25,000 രൂപക്ക് മുകളിൽ പോകണം. ആ സമയത്ത് എനിക്ക് കിട്ടിയ വരുമാനം 2500 എങ്ങനെ ഉണ്ടാവും? കല്യാണം കഴിഞ്ഞ് ഒരു മാസമായിട്ടുള്ളൂ. ആ വീട്ടിലെ ചെലവുകൾ നോക്കണം. ഭയങ്കര സ്ട്രഗിളിങ്ങിന്. പക്ഷെ എങ്കിലും എടുത്തൊരു തീരുമാനപ്രകാരം ഇറങ്ങി ലീഡേഴ്സുമായിട്ടുള്ള സിറ്റിംഗ് ഇരുന്ന് ആ ഒരു ഫുൾ കോൺഫിഡൻറ്റോടെ ഇറങ്ങി. അപ്പോഴേക്കും ഇത് കൊറോണയും വന്ന് ലോക്ക്ഡൗൺ ആയി. പക്ഷേ ആ ഒരു സമയത്ത് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നു, അലി സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, RK സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സാർ ഞാനിത് ഫുൾ ടൈം ആയും ചെയ്തു, പക്ഷെ വരുമാനമൊന്നുമില്ല. പക്ഷെ അന്ന് അലി സാർ പറഞ്ഞ വാക്കിനോട് ആരിസെ എവിടൊക്കെ പ്രോഗ്രാം ഉണ്ടോ ആ പ്രോഗ്രാമിലൊക്കെ നിർബന്ധമായി എൻ്റെ ടീമിനെ നീ കയറ്റണം എന്ന് പറയുന്നത്. അത് ഞാൻ ആ രീതിയിൽ എടുത്തിരുന്നു. RK സാറും പറഞ്ഞു, എടാ ആരിസ് ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കണ്ട, നാളെ അതൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. RK സാർ ഒരുപാട് എക്സ്പീരിയൻസുകൾ പറഞ്ഞു. അപ്പോൾ RK സാറെ എക്സ്പീരിയൻസ് ഒന്നും കേട്ടാൽ നമ്മളതൊന്നും ഒന്നുമല്ല, നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഇത് എല്ലാ പ്രോഗ്രാമും ടീമിനെ കയറ്റിയിരുന്നു. കൊറോണ വന്നു. കൊറോണ സമയത്ത് നമ്മളിത് പിടിച്ചെടുത്തു. പക്ഷേ കൊറോണ ഒരു അനുഗ്രഹമായ ഒരു വ്യക്തിയാണ് ഞാൻ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറഞ്ഞ സമയങ്ങളാണ് കൊറോണ വന്നത്. അപ്പോൾ ബിസിനസ്സിന് കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ NRIയിൽ ഒരുപാട് ആളുകൾ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഏറ്റെടുത്ത് ആ രീതിയിൽ ബിസിനസ് ഏറ്റെടുത്ത് പല സ്ട്രഗിളിങ്ങളുണ്ടായിരുന്നു, പല ആളുകൾ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു, പരിഹസിക്കപ്പെടലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരെ മുമ്പിലൊക്കെ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. ഏതായാലും കുറഞ്ഞ സമയങ്ങളിൽ 1000 കയറാൻ പറ്റി. ആ കൊറോണ മുതൽ കാര്യങ്ങളൊക്കെ മാറ്റി പിടിച്ചു. ഇന്നിപ്പോൾ എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്കിലോട്ട് എത്തി എന്നുള്ളതാണ്. പല സ്ട്രഗിളുകളുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നാമത് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്റ്റിംഗ് ക്ലിയർ ആവണം. എന്നെ 2 പേര് ആദ്യം ഇൻവൈറ്റ് ചെയ്തു. ഞാൻ 2 പേര് നെഗറ്റീവ് പഠിപ്പിച്ചു. പക്ഷെ മൂന്നാമത് വിളിച്ച ആള് 2 പേരും ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത ആ ആളുകൾ അത്ര പോലും കപ്പാസിറ്റിയും ഗഡ്സും ഇല്ലാത്ത ഒരാളെ മൂന്നാമത് വിളിച്ച ഒരാൾ. പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്തു? ലീഡേഴ്സ് പറഞ്ഞ അതുപോലെ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ആവശ്യങ്ങൾ നോക്കി എന്നെ ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ ആവശ്യങ്ങൾ നോക്കി എന്നെ ഇൻവൈറ്റ് ചെയ്തു. മാത്രമല്ല ഞാൻ അവനെ ഒരുപാട് ഫിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും, പല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കൂടെ കൂടി 7ഉം 8ഉം പ്രാവശ്യം റീഫോളോ അപ്പ് ചെയ്ത് ലാസ്റ്റ് ഇത് തല ഒഴിഞ്ഞ് പൈസ കൊടുക്കാറില്ലേ, ആ രീതിയിൽ ഈ ചങ്ങനെ ശല്യം പോട്ടെന്ന് കരുതുന്നതിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കേണ്ടത് അത് ഒപ്പിച്ചിട്ടൊക്കെ കൊടുക്കേണ്ട വേറെ കാര്യം. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നതാണ്, നമ്മുടെ ടീമിൽ ഒരുപാട് ഗസ്റ്റുകൾ കയറാറുണ്ട് VOPക്ക്. പക്ഷെ എന്ത് ചെയ്യില്ല, അത്രത്തോളം ഫോളോ അപ്പുകൾ കാണാറില്ല. നിങ്ങളെ കൂടെ നിങ്ങൾ എത്ര VOPക്ക് ഗസ്റ്റിനെ കയറ്റിക്കോളൂ, അവരൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് എടുത്തോളൂ, റിസൾട്ട് ഉണ്ടാക്കി കിട്ടും. എന്തിനു മാത്രം എൻ്റെ ടീം, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് പോയി ബിസിനസ്സാണ്, കയറ്റുണ്ടാവും ഇറക്കണ്ടാവും. റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലോട്ട് എത്തി. നല്ല കയറിപ്പോയി ബിസിനസ്, നല്ലോണം താഴ്ന്നു പോയി. ആ സമയത്താണ് എന്താണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിലമ്പൂരിലോട്ട് പോകേണ്ടത്. അവിടെ എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടി, അദ്നാൻ വാഫി എന്ന് പറയും. ഇന്ന് റൂബി എക്സിക്യൂട്ടീവ് അവരെ കിട്ടി. ആ സമയത്ത് അവരെ കൂടെ നമുക്ക് വേറെ വർക്കൊന്നുമില്ല. അവരെ കൂടെ എന്തിനു മാത്രം ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഞാനും അദ്നാൻ ഓഫീസറും കൂടി 12ഓളം പ്രാവശ്യം, ഞാനും അദ്നാൻ ഓഫീസർ, വേറെ ലീഡർമാരൊന്നുമില്ല, 12ഓളം പ്രാവശ്യം പോയി റീഫോളോ അപ്പ് എടുത്ത് അവരെ ക്ലോസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്നതാണ് പറയുള്ളത്. അങ്ങനെ ആ രീതിയിൽ ഏറ്റെടുത്ത ബിസിനസ് പല സ്ട്രഗിളിങ്ങും പല പ്രതിസന്ധികളിലോട്ട് പോയി, പല നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവുകളൊക്കെ കിട്ടുന്ന സമയത്ത് വാശിയാണ് ഇതിലൂടെ വിജയിക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ നെഗറ്റീവ് എനിക്ക് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ എൻ്റെ വൈഫിന് പോലും അവൻ്റെ വൈഫ് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. ഹാരിസിനോട് പറഞ്ഞൊക്കെ ഇൻഡസ്ട്രി ചെയ്യേണ്ടെന്ന് പറഞ്ഞൊക്കെ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയിട്ടുള്ളൂ. എൻ്റെ വൈഫിനോട് പറയണം, അവൻ്റെ വൈഫ് വിളിച്ചിട്ട് ഇൻഡസ്ട്രി ചെയ്യേണ്ടെന്ന് പറഞ്ഞേ, ഇത് എൻ്റെ വലിയപ്പാക്ക് വരെ ഐക്കോഫ് എടുത്തിട്ട് ഒരു റിസൾട്ടും ഇല്ല, ഇതിൽ എന്താണെന്ന് പറയാൻ പറ്റൂല, ഇത് ഇസ്ലാമികപരമായിട്ട് ശരിയാണോ എന്ന് അറിയാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് അടിച്ച്. എന്നിട്ട് പറയണേ എൻ്റെ വൈഫിനോട്, നീ ഇത് ഞാൻ വിളിച്ച് പറഞ്ഞത് എന്ത് ചെയ്യണ്ട, ഹാരിസിനോട് പറയണ്ട, നീ നിന്റെ വീട്ടിലോട്ട് പോവുക, നിന്റെ വീട്ടിലോട്ട് പോയിട്ട് നീ വിളിച്ചിട്ട് പറയണം ഇങ്ങനെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ ഇൻഡസ്ട്രി നിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ ഞാൻ വീട്ടിലോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയെന്ന് പറഞ്ഞു. ഈ സംസാരിക്കണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കേട്ട്. കാരണം ഇത് കേട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, എല്ലാം പറഞ്ഞാൽ ശരിയാണ്, നിനക്ക് അങ്ങനെ താല്പര്യം നീ പോയിക്കോ. എനിക്കറിയാം, എനിക്കൊരു ജോലി ചെയ്താൽ പോലും ആഴ്ചയിലല്ല മാസം പോലും ഒരു ജോലിക്ക് പോയി 2.5 ലക്ഷം രൂപ വരുമാനം കിട്ടൂല. ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഇവിടെ വീക്കിലി 2.5 ലക്ഷം രൂപ വരുമാനം കിട്ടാൻ പറ്റിയ അവസരമുള്ളത്. ഇതില്ലെങ്കിൽ എനിക്ക് എന്തില്ല, വേറൊരു അവസരമില്ല. നീ പോയാൽ എനിക്ക് വേറെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എന്തില്ല, ആ രീതിയിൽ വേണമെന്നിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ഏറ്റെടുത്ത സംഭവം. പിന്നീട് ഞാൻ ആദ്യം കാർ എടുത്തിട്ട് ആദ്യം പോയത്, നമ്മൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഡസ്ട്രിയിലോട്ട് ഫസ്റ്റ് വെഹിക്കിൾ എടുത്തിട്ട് പോയത് അവൻ്റെ വീട്ടിലോട്ട് പോയത്. ആ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവനോട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എടാ കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ഓൾറെഡി ഞാൻ കാർ എടുത്തത് കൊണ്ട് തന്നെ ഓൻ നെഗറ്റീവാണ്. അല്ല, കാറിനോട് നെഗറ്റീവ് അല്ല, കാർ എടുത്തതോട് കൂടി തന്നെ ഓൻ്റെ കിളി പോയിക്കണേ.
ആ കിളി പോയ ഓൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കൺഗ്രാജുലേഷൻസ് ഓൻ്റെ വീട്ടിൽ പോയി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഷെയ്ഖാൻ്റെ അടുത്ത് കൺഗ്രാജുലേഷൻസ് കൊടുത്ത് കെട്ടിപ്പിടിച്ചില്ല കഴിഞ്ഞ് ഓൻ്റെ വൈഫിന് മുമ്പ് ഓനക്ക് വീണ്ടും കിളി പോയി. ഞാൻ എന്തിനാണ് കൺഗ്രാജുലേഷൻസ് പറഞ്ഞറിയിച്ചു? ഇല്ലാറ്. നിന്റെ നെഗറ്റീവ് കാരണമാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയത്. നീ നെഗറ്റീവ് പറഞ്ഞോ എൻ്റെ വൈഫിനെ കൂടുതലോട്ട് ബിസിനസ്സിലോട്ട് ഇറക്കിയത്. ആ ഇറക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ കാർ വാങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ ആദ്യം ഞാൻ ഇത് പറഞ്ഞു. അതോടുകൂടി അവൻ്റെ നെഗറ്റീവ് ഒന്നും പറയാനില്ലാതെ പോയി. അങ്ങനെ ഓരോന്നും നമ്മൾ അങ്ങനെ ആ രീതി ചെയ്തത് കൊണ്ട് ഇന്ന് ഈ രീതിയിലോട്ട് എത്താൻ പറ്റി. ഇന്ന് എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്കിലോട്ട് എത്താൻ പറ്റി. സമയം ഒരുപാട് എടുത്തുള്ളത് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പല സ്ട്രഗിളിങ്ങും പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ സീരിയസ്ലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല, ഞാൻ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ 40,000-50,000 രൂപ എനിക്ക് ആ ഒരു സമയത്ത് മന്ത്ലി സാലറി ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് 300 രൂപ ഡെയിലി കൂലിക്ക് കയറിയ സ്ഥാപനത്തിൽ ഇറങ്ങുന്ന സമയത്ത് 40,000-50,000 രൂപക്കുള്ള സാലറി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇൻഡസ്ട്രി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാൻ സീരിയസ്ലി ഏറ്റെടുത്ത സമയത്ത് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളും ഒരുപാട് പേര് പറഞ്ഞു, ഹാരിസേ, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു മണ്ടുണ്ടെങ്കിൽ നീയാണ്. കാരണം അത്രയും നല്ലൊരു ജോലി, നല്ലൊരു വരുമാനം നാട്ടിൽ കിട്ടിയിട്ട് ആ ജോലി ഒഴിവാക്കി ഇങ്ങനത്തെ ഒരു മേഖലയോട് ഇറങ്ങുന്ന നീയാണ് ഏറ്റവും വലിയ മണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയുകയാണ്, ഈ ബിസിനസ് സീരിയസ്ലി ഏറ്റെടുത്തുകൊണ്ട് തന്നെ എൻ്റെ വീക്കിലി ഹയസ്റ്റ് ഇൻകം വെറും 7 ദിവസത്തെ വരുമാനം 98,000 രൂപക്ക് മുകളിൽ ഉയർത്താൻ പറ്റിയെന്നുള്ളതാണ്. മാസമല്ല, എൻ്റെ ഹയസ്റ്റ് മന്ത്ലി ഇൻകം 2.5 ലക്ഷത്തിന് മുകളിൽ 3 ലക്ഷത്തോളം രൂപക്ക് ഉയർത്താൻ പറ്റിയ അവസരമാണുള്ളത്. ഇന്ന് നിങ്ങളും പുതുതായി കേൾക്കുന്ന ഒരുപാട് പേര് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പല നെഗറ്റീവുകളും പല കളിയാക്കലുകളും നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, അതിൻ്റെ ഫ്യൂച്ചർ കണ്ട് നിങ്ങൾ സീരിയസ്ലി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇത് ബിസിനസ്സാണ്, ഇതിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം എന്താണോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ, അതിനേക്കാൾ വലിയ ലൈഫ് സ്റ്റൈലും വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ള ഗ്യാരണ്ടിയാണ് ഇന്ന് ലീഡേഴ്സ് പറയുന്ന സ്റ്റെപ്പുകൾ. അഥവാ ഇന്ന് 15 സ്റ്റെപ്സ് മിഷൻ 90 ഡേയ്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഗ്യാരണ്ടിയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു അവസരത്തിലൂടെ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് മാറാൻ കഴിയും. മാത്രമല്ല, നിങ്ങളെ ഫാമിലിയെ പോലും സേഫ് ആൻഡ് സെക്യൂർ ആക്കി മാറ്റാൻ കഴിയും. എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ജയ് ഇന്ത്യ സർ. Haris Rahman sir, such a wonderful success story. Wow. എന്താ പറയാ, ഒരു അടിപൊളി അല്ലെ, ലൈഫിൽ വിജയിച്ച ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു, ഒരു സക്സസ് സ്റ്റോറി നമ്മൾ കേട്ടു. സോ എല്ലാവരും ഹാർട്ടിന്റെ സിമ്പലും ഒക്കെ കൊടുത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡറെ ഓക്കെ, വീഡിയോയിലുള്ള ആളുകളൊക്കെ നന്നായിട്ടൊന്ന് കൈയൊക്കെ അടിച്ച് എന്ത് ചെയ്യാം, സാറിനെ പ്രോത്സാഹിപ്പിക്കാം. സോ താങ്ക് യു സോ മച്ച് ഹാരിസ് റഹ്മാൻ സർ. സോ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു RK ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഒത്തുചേരാൻ കാരണമായിട്ടുള്ള എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഇരിക്കുന്ന ഒരു ഇരുന്നിട്ട് കാര്യമില്ല. കാരണം സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിട്ട് പലരും ഇങ്ങനെ ഓക്കെ ഞാനും എന്തായാലും രക്ഷപ്പെടുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വേറൊരു ഡ്രീം വേൾഡിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുക, തിരിച്ചു വരിക, കമോൺ. അപ്പോ നമ്മളെല്ലാവരും തിരിച്ചു വന്ന് എന്ത് ചെയ്യുക, ഫുള്ളി ഫോക്കസ്ഡ് ആയി വീഡിയോ ഓൺ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഓൺ ചെയ്ത് ഒന്ന് റെഡി ആയിരിക്കുക. കാരണം ഇനി വരാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, സാറിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എനർജി, എക്സൈറ്റ്മെന്റും അല്ലെ, കാണുമ്പോൾ തന്നെ ചാർജ് കയറുന്ന അത്രയും ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണ്. നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഈ ഒരു ഇൻഡസ് വിവയില് ഒരു ഫാമിലി മാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം, അതുപോലെ ഈ ഒരു ഇൻഡസ് വിവ കമ്പനി എങ്ങോട്ട് പോകണം എന്ന് നോക്കുന്ന സമയത്ത് അത് 10 തലകളാണ് എന്ത് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതിൽപ്പെട്ട ഒരു ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തലവനാണ് നമുക്ക് മുന്നിൽ ഇനി വരാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും ഹാർട്ടിന്റെ സിംബൽ ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡറെ ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാം. BSc member and Black Diamond Ambassador, Mr. Rajesh Kumar sir. Please welcome on screen. Please welcome sir. Thank you very much. Good morning all. എല്ലാവരും Good morning, sir. Good morning. Good morning, sir. Good morning, all. Good morning, sir. Good morning. Wonderful. Good morning. Good morning, sir. Good morning. Wonderful. Good morning. Good morning, sir. Good morning, sir. Good morning. Wonderful. Good morning.
sir. Good morning, very wonderful. Good morning, sir. Good morning, Morning, sir. Good morning, sir. Good morning, sir. Sir, Morning, wonderful. sir. Good morning. Good morning. Good good morning, morning. sir. Good morning, Rajesh Kumar, sir. Good Good morning, morning, good morning, good morning, sir. sir. Wonderful. Good morning. Wonderful. Good morning, sir. Okay. Thank you. Thank you very much. ഒരു നല്ല സിനിമ, സൂപ്പർ ഹിറ്റ് ആവുന്ന ഒരു സിനിമ, ഒരുപാട് സിനിമകളുണ്ടല്ലേ, ഞാൻ ഇന്ന സിനിമ എന്നൊന്നും പറയില്ല. സൂപ്പർ ഹിറ്റ് ആവുന്ന എല്ലാ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണുമ്പം നമുക്കൊരു സംതൃപ്തി, ഒരു കംപ്ലീഷന്റെ സംതൃപ്തി ഉണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാ രംഗങ്ങളും, എല്ലാ എന്താ പറയുക, അതിൻ്റെ ഭാഗങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. സോങ്സ് ഉണ്ടാവും, അതുപോലെ നല്ലൊരു സ്റ്റോറി ഉണ്ടാവും, അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ അടിപൊളി, കുറച്ച് സംഘർഷഭരിതമായ സീനുകൾ ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, ലവ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ? ഇങ്ങനെയുള്ള എല്ലാം ഒരു കറക്റ്റ് ഒരു ഇങ്ങനെ ട്രാക്കിൽ ഉള്ളൊരു സിനിമ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള സിനിമകളാണ് കൂടുതൽ ആൾക്കാർ കാണും, മാത്രമല്ല സൂപ്പർ ഹിറ്റ് ആവുക. ഈ ബിസിനസ്സിൽ പുതുതായിട്ട് ഇറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, അവർ ശരിക്കും പറഞ്ഞാൽ കേൾക്കേണ്ട, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കേൾക്കേണ്ട ഒരു സക്സസ് സ്റ്റോറി പോലെയാണ് മിസ്റ്റർ ഹാരിസ് റഹ്മാൻ്റെ ആ ഒരു സ്റ്റോറി കേട്ടപ്പം എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇരുന്നടന്ന് എണീറ്റില്ല, അതുപോലെ ഇരുന്ന് കേട്ടു. അതിനകത്ത് എന്താ പറയുക, ഫൈനൽ ക്ലൈമാക്സ് സക്സസ് ഉണ്ട് അല്ലേ? പോസിറ്റീവായിട്ടുള്ള സക്സസ് ഉണ്ട്. എന്നാൽ അതിനിടയ്ക്കുള്ള എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ള, അതിന് വേണ്ടിയിട്ടുള്ള ഫോളോ ചെയ്ത കാര്യങ്ങളുണ്ട്, സിസ്റ്റം ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് നെഗറ്റീവുകളുണ്ട്. മാത്രമല്ല ആളാദ്യം നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് കുറേ ആൾക്കാരെ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ ഈ ഒരു വിവാഹ ജേണി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക്, അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന തെറ്റുകളടക്കമുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിയ ഒരു സക്സസ് സ്റ്റോറി. അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുത്തെങ്കിൽ പോലും ഐ എൻജോയ്ഡ് ഇറ്റ്. ശരിക്കും ഈ എന്താ പറയുക, ഇന്നത്തെ റിയൽ മെസ്സേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് വേറൊരു എക്സ്ട്രാ മെസ്സേജ് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തിന് ആ സക്സസ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് നിങ്ങളും ഉൾക്കൊണ്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ഇറ്റ്സ് ഫ്രം RTP അല്ലേ? മൈൻഡ് സെറ്റ് ശരിക്കും ഫോക്കസ്ഡ് ആയത്, അല്ലെങ്കിൽ എന്താണിത് എന്ന് ശരിക്കും മനസ്സിലായത് RTPയിലാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോഗ്രാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, ആ സിസ്റ്റം ഫോളോ ചെയ്യുക, അപ്ലൈൻ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതുപോലെ അഫ്കോഴ്സ് അദ്ദേഹത്തെ ക്ലോസ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് മറ്റ് സപ്പോർട്ടിങ് ചെയ്തിട്ടുള്ള ലീഡേഴ്സും ഒക്കെ ചെയ്ത ചില ട്രിക്സ് ഉണ്ടല്ലോ, ടെക്നിക്സ്. ഇപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു RTPയുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമുക്ക് നമ്മുടെ വിവാഹ ജേണിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രിക്സാണ്, ടെക്നിക്സാണ്. ബിസിനസ് പറഞ്ഞ ടെക്നിക്സാണ്, നല്ല ഉദ്ദേശത്തിനുള്ള ടെക്നിക്സാണ്. സോ താങ്ക് യു ഹാരിസ് റഹ്മാൻ സാർ. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ സക്സസ് സ്റ്റോറി. ബിക്കോസ് പ്രാക്ടിക്കലി നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ള ഒരുപാട് സംഗതികൾ അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. സോ അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മെസ്സേജ്. അതോടൊപ്പം ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാം. ഈ ബിസിനസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിൽ, അതായത് ലൈഫ് ബിഫോർ ഇൻഡസ്ട്രി വാ, നിങ്ങൾ ജസ്റ്റ് ഇൻഡസ്ട്രി വേയിൽ വന്നു ഓക്കെയാണ്, പക്ഷേ ഇൻഡസ്ട്രി വേയിൽ കുറച്ച് നാളായിട്ട് വന്ന ആളുകളുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റിയൽ ഗ്രോത്തിലേക്കോ സക്സസ്സിലേക്കോ ഒന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെ ചിന്തിക്കുക.
ഇൻഡസ് വേക്ക് മുമ്പുള്ള നിങ്ങളുടെ ലൈഫ്, കാരണം അത്ര വലിയ കളർഫുൾ ഒന്നും ആയിട്ടില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇൻഡസ് വേക്ക് മുമ്പുള്ള നിങ്ങളുടെ ഈ ഒരു ലൈഫ്, പ്രസൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന 100% ഒരു ഹാപ്പിനെസ് ഉള്ള, ഒരു സംതൃപ്തിയുള്ള ഒരു ജീവിതമാണോ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ? റൈറ്റ്. അതിൽ നിങ്ങൾ വളരെ വളരെ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണോ? ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫാണോ ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു ആലോചന നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. അല്ല എങ്കിൽ അതിനൊരു മാറ്റം വേണം, അതിനൊരു ചേഞ്ച് വേണം, അല്ലേ? മാറ്റം വേണം. ചേഞ്ച് ഈസ് പെയിൻഫുൾ. മാറ്റം എന്ന് പറയുന്നത് കുറച്ച് വേദന ഉണ്ടാക്കുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴുള്ളതിലും കുറച്ചും കൂടെ മെച്ചത്തിലേക്ക് വളരണം. ഗ്രോത്ത് എന്ന് പറയുന്നതും പെയിൻഫുള്ളാണ്. വളർച്ച എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണല്ലോ. വളർച്ച എന്ന് പറയുന്നത് അതും പെയിൻഫുള്ളാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും, ഡിസ്കംഫർട്ട് ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷേ അതിനേക്കാളും പെയിൻഫുൾ ആയിട്ടൊരു കാര്യമുണ്ട്. ചേഞ്ചിനേക്കാളും ഗ്രോത്തിനേക്കാളും പെയിൻഫുൾ ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കഴിവുണ്ടായിട്ടും ആഗ്രഹങ്ങളുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും ഉള്ളോടത്ത് തന്നെ നിൽക്കുക. ഇപ്പം എന്താണോ ഇങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുക. അതാണ് ഏറ്റവും പെയിൻഫുൾ. അപ്പോൾ ഇതിൽ ഏറ്റവും സുഖമുള്ള പെയിൻ ഏതാണ്? ഗ്രോത്ത് ആൻഡ് ചേഞ്ച് ആണല്ലോ. അതിനാണ് ഈ ഒരു ചാൻസ്. ഇൻഡസ് വിവ ട്രൂലി നിങ്ങൾക്കും ഒരു നാൾ നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയാൻ പറ്റും. മൈ ലൈഫ് ബിഫോർ ഇൻഡസ് വിവ, മൈ ലൈഫ് ആഫ്റ്റർ ഇൻഡസ് വിവ. ഒരുപാട് ആളുകൾക്ക് ടെക്നിക്സും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറി പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു നാൾ പറയാൻ പറ്റും. ക്രിയേറ്റ് യുവർ ലൈഫ്, ചേഞ്ച് യുവർ ലൈഫ്, ഗ്രോ ഇൻ ലൈഫ്. അത് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഹോൾഡ് ഇറ്റ് വെരി വെരി ടൈറ്റ്. 2025 അവസാനത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ 2025 ഈ അവസാന സമയത്ത് ഒരു സ്ട്രോങ് സോളിഡ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക. വളരെ സ്ട്രോങ് സോളിഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. 2026 എന്ന് പറഞ്ഞ വർഷം ത്രൂ ഔട്ട് വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതിന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ തുനിഞ്ഞിറങ്ങും എന്നുള്ളൊരു തീരുമാനം ഇന്നെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് വരുന്ന ആളുകളിൽ എല്ലാവർക്കും എത്താൻ സാധിക്കും. സോ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിക്കുക. ഒപ്പം ഡിസംബർ 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രിസ്മസ്, റൈറ്റ്? അപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ലോകത്ത് ഒരു ആളുകൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. ഈ ഒരു ഡിസംബർ മാസത്തിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു മാറ്റം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ജീവിതം അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു അവസരമാണ്. സോ അണ്ടർസ്റ്റാൻഡ്, ചേഞ്ച് ആൻഡ് ഗ്രോത്ത് ഈസ് പെയിൻഫുൾ. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ആ പെയിൻ നമ്മൾ ഏറ്റെടുത്താൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഏറ്റവും വലിയ വേദന സഹിച്ചുകൊണ്ടാണ് ആ ജന്മം നൽകുന്നത്. ഏറ്റവും വലിയൊരു വേദന സഹിച്ചുകൊണ്ടാണ് ജന്മം നൽകുന്നത്. പക്ഷേ ആ വേദന സഹിച്ച് ജന്മം നൽകി കഴിയുമ്പോൾ ആ മൊമെൻറ്റിൽ ആ സ്ത്രീ ആ വേദന മറക്കും. സന്തോഷമാണ് ഉണ്ടാവുക ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ.
എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആ പെയിൻ എടുക്കാൻ നിങ്ങൾ റെഡിയാവുക. യുവർ ലൈഫ് വിൽ ബി ഹാപ്പി. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും സാധിക്കട്ടെ. വൺസ് അഗൈൻ മെറി ക്രിസ്മസ് ടു ഓൾ ആൻഡ് ഗോഡ് ബ്ലസ് യു.